നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. ഉത്രാടത്തിൻ്റെയും തിരുവോണത്തിൻ്റെ അന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് ഉത്രാടത്തിൻ്റെ അന്നാണ്. ഓണത്തിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ അബുദാബിയിലുള്ള മുസഫയിലെ ക്യാപിറ്റൽ മോളിലാണ് കേട്ടോ പോയത്. അവിടെ ലുലു ഉണ്ട്. അപ്പോൾ ലുലുന്ന് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. നല്ല ഭംഗിയുള്ള ഓണപ്പൂക്കൾ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഉത്രാടത്തിൻ്റെ പൂക്കളാണ്. പിന്നെ വെജിറ്റബിൾസൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെ നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് നല്ല ഭംഗിയായിട്ട് ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഓണച്ചന്ത പോലെ അവരങ്ങനെ എഴുതി വെച്ചിട്ട് നല്ല റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷേ വെജിറ്റബിൾസിനോട് നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മൾ മുകളിലത്തെ ഫ്ലോറിലാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ പോയിട്ട് അതൊക്കെ അങ്ങനെ നോക്കി. ഓണക്കോടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നോക്കി. മുണ്ടും നേരിയത് വാങ്ങിച്ചു കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞെല്ലാം ഇറങ്ങി. പിന്നെ വീട്ടിൽ വന്നിട്ട് മോള് പൂക്കളം ഒരുക്കുകയാണ്. അത് രാത്രിയാണ് ഒരുക്കിയത്. ഒരു വളരെ ചെറിയൊരു പൂക്കളം മോളുടെ ഇഷ്ടത്തിന് ഒരുക്കുമായിരുന്നു. നാട്ടിലാണെങ്കിൽ അത്തം തുടങ്ങി തിരുവോണം വരെ 10 ദിവസം 10 കളമൊക്കെ ഇട്ട് നല്ല രസമാണല്ലോ. അപ്പോൾ അത് പിന്നെ ഓണം കൊണ്ട് അതൊക്കെ വേറെ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. ഇവിടെ പിന്നെ അങ്ങനെ പറ്റില്ല. കുറച്ച് ചെറിയൊരു പൂക്കളം ഇട്ടു. അങ്ങനെ ഓണം ആഘോഷിക്കണമല്ലോ, അപ്പോൾ ചെറിയൊരു പൂക്കളം ഇട്ടു. പിന്നെ പിറ്റേ ദിവസം തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ പിന്നെ നമ്മൾ സദ്യയുടെ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി. വളരെ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. 4-5 കറി അത്രയേ ഉള്ളൂ. സാമ്പാർ, അവിയൽ, തോരൻ, ബീറ്റ്റൂട്ട് പച്ചടി, അങ്ങനെ നമുക്ക് സദ്യയിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കറികൾ ഇത്തവണ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെറിയൊരു സദ്യ പോലെ പരിപ്പ് പായസം ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെയായിരുന്നു സദ്യയുടെ കാര്യങ്ങൾ. അപ്പോൾ ഓണസദ്യയൊക്കെ റെഡിയായി. അപ്പോൾ നമ്മളിനി കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവാണ് കേട്ടോ. എത്ര തന്നെ ഉള്ളൂ, ഓണസദ്യ തന്നെയാണല്ലോ മെയിൻ. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഓണസദ്യ കഴിക്കാനായിട്ട് മോളുടെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത്ര തന്നെ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം, എല്ലാവരും നന്നായിട്ട് ഓണം ആഘോഷിച്ചെന്ന് വിചാരിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.